ഇപ്പോൾ പറഞ്ഞ പോലെ കപ്പാസിറ്റർ മാറിയിട്ടും ഫാനിന് സ്പീഡ് ഇല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് ചെറിയൊരു ട്രിക്ക് കൊണ്ട് കൂട്ടാം, അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതിനായിട്ട് ആദ്യം നമ്മൾ കപ്പാസിറ്റർ മാറുന്ന കാര്യം പറയാം. 99% എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതെ, ഫാനിൻ്റെ കപ്പാസിറ്റർ ഇതാണ്. ഫാൻ ഊരേണ്ട ആവശ്യമില്ല, ഫാൻ ഊരാതെ നമുക്ക് മേളിൽ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും ഫാനിൻ്റെ കപ്പാസിറ്റർ ഇതുപോലെ എടുക്കുക. അതുപോലെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫാനിൻ്റെ ഈ വയറിങ്ങിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് വെക്കുക. ഈ കപ്പാസിറ്റർ ഏത് ഷോപ്പ്, അതായത് ഇലക്ട്രോണിക് ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ കിട്ടും. ഫാനിൻ്റെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അവർ തരും. ഓക്കെ, അപ്പോൾ അതങ്ങ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് 99% അല്ലെങ്കിൽ 90% ഈ കപ്പാസിറ്റർ പോയിട്ടാണ് ഫാനിൻ്റെ സ്പീഡ് കുറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ മാറിയിട്ടും ഫാനിന് സ്പീഡ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫാനിൻ്റെ ലീഫിന് നമ്മൾക്ക് ബെൻഡുണ്ട്. ഈ ഫാനിൻ്റെ ലീഫിന് ബെൻഡ് ഉള്ളത് കൊണ്ടാണ് ഈ ഫാൻ കറങ്ങുമ്പോൾ നമുക്ക് കാറ്റ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ലീഫിൻ്റെ ബെൻഡ് കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ഈ ട്രിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായി ഈ ഫാനിൻ്റെ ലീഫിന് ബെൻഡ് ചെയ്യരുത്, നമ്മൾ കൈ കൊണ്ട് ബെൻഡ് ചെയ്യരുത്. അതായത് ഈ ലീഫ് ഞാനിപ്പോൾ ബെൻഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ആക്ച്വലി ഈ 2 ലീഫുകൾ ഞാൻ ബെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ലീഫ് ചെറുതായിട്ട് ബെൻഡ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. ഈ ലീഫിന് 2 സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂസിനകത്ത് 2 വാഷറും ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ അടുത്ത് കാണിച്ചു തരാം വാഷർ എങ്ങനെയാണ് വരുന്നതെന്നും. എല്ലാവർക്കും അറിയാവുന്നത് 99% എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല അറിയാത്തവർക്കായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും ഫാനിൻ്റെ ലീഫിൻ്റെ സ്ക്രൂസ് വരുന്നത്. ഇതിൽ ഒരു ഭാഗം ഈ ലീഫിൻ്റെ ഈ ഭാഗം താന്നും, ശ്രദ്ധിച്ചാൽ ഈ ഭാഗം താന്നും ഈ ഭാഗം പൊങ്ങിയായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിന് ഒരു വാഷർ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് 2 വാഷർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ വാഷർ എടുത്ത് താഴെ ഇട്ട് കൊടുക്കും. അതായത് പൊങ്ങി നിൽക്കുന്ന ഭാഗത്തെ വാഷർ എടുത്ത് താഴെ ഇട്ട് കൊടുക്കും. താഴെ നിൽക്കുന്ന ഭാഗത്തെ വാഷർ നമ്മൾ മാറ്റമൊന്നുമില്ല, അത് അതുപോലെ തന്നെ നിർത്തുക. എന്നിട്ട് നമ്മൾ ഫാനിൻ്റെ ലീഫിൻ്റെ സ്ക്രൂസ് അഴിച്ചു. ഒരെണ്ണം അഴിച്ചാൽ മതി. അഴിക്കുമ്പോൾ തന്നെ ഇതാണ് വാഷർ. ഈ വാഷർ ഈ ലീഫിൻ്റെ അടിയിലിട്ട് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ലീഫ് പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ താഴെയിട്ട് കൊടുക്കാവൂ. ഓക്കെ, കറക്റ്റായിട്ട് ഹോളിൻ്റെ അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു സ്ക്രൂ ഇട്ട്, അതായത് ആ സ്ക്രൂ തന്നെ ഇട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, ഫാനിൻ്റെ ലീഫ് നല്ല ടൈറ്റായിട്ട് സ്ക്രൂസ് കൊടുക്കണം. കാര്യം നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ ലീഫ് ഊരി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മേക്ക് ഷുവർ ഇത് നല്ല ടൈറ്റ് ആയിരിക്കണം. 2 ലീഫ് നമ്മൾ പ്രോപ്പറായിട്ട്, 2 ലീഫുള്ള 2 സ്ക്രൂസ് നമ്മൾ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ 3 ലീഫും, ഇതിപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഫാൻ, ഇതിപ്പോൾ എൻ്റെ ഒരു വീട്ടിൽ കിടന്ന ഒരു പഴയ ഫാൻ എടുത്തിട്ടാണ്. അങ്ങനെ നമ്മുടെ 3 ലീഫും ഇതുപോലെ വാഷർ മാറ്റി ടൈറ്റ് ചെയ്യണം. അങ്ങനെ 3 ലീഫും ടൈറ്റ് ചെയ്ത ശേഷം നോർമലി ഇട്ട് നോക്കുക. 99% ഇത് വർക്ക് ചെയ്തിരിക്കും, അതായത് ഫാനിൻ്റെ സ്പീഡ് കൂടിയിരിക്കും. ഓക്കെ, അതാണ് ഇന്നത്തെ ട്രിക്ക്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.